അപ്പോഴാണ് വൈഗയും തനിക്കരികിലേക്ക് നടന്നു വരുന്ന അലക്സിനെ കാണുന്നത്. അവളുടെ കണ്ണുകൾ ഭയത്തോടെ മിഴിഞ്ഞു. ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് ചുറ്റും ആളുകൾ കൂടി. സ്റ്റാൻഡിനുള്ളിൽ ഇരിക്കുന്നവരെല്ലാം കാഴ്ചക്കാരായി ആ ഭാഗത്തേക്ക് നോക്കുന്നു. അലക്സ് അരികിൽ വന്ന് നിന്നപ്പോൾ ഭയത്തോടെ തൻ്റെ ശരീരം വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു. തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി തൻ്റെ ഷോൾഡറിലേക്ക് കൈ നീട്ടിയപ്പോൾ വൈഗിയുടെ കൈ ബാഗിൻ്റെ വള്ളിയിൽ മുറുകി. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അവൻ അവളുടെ പിന്നിലേക്ക് കൈ നീട്ടി. വൈഗിക്ക് പിന്നിൽ നിന്നവനെ പിടിച്ചു വലിച്ചു വാരി നിലത്തേക്കടിച്ചു. കണ്ണുകൾ വലിച്ചു തുറന്ന വൈഗ വായ പൊത്തിപ്പിടിച്ചു. നിലത്ത് കിടന്ന അയാളെയും വലിച്ചിഴച്ചു പോകുമ്പോൾ അപ്പോഴും ഭയം വിട്ട് മാറിയിട്ടില്ലായിരുന്നു വൈഗയ്ക്ക്. അതാ പാലക്കുന്നേലെ മൂത്ത സന്തതിയാ അലക്സ്, തല്ലുകൊള്ളി. കുറേ നാൾ ജയിലിലായിരുന്നു ഭാര്യയെ കൊന്ന കുറ്റത്തിന്. ഞെട്ടലോടെ വൈഗ ആ പറഞ്ഞ ആളെ നോക്കി. അയാൾ തിരിഞ്ഞു കൂടെയുള്ളയാളോട് സംസാരിച്ച് അകന്നു പോയിരുന്നു. ചുറ്റും നിന്നവർ അകന്നുപോയിട്ടും ഒരുതരം മരവിപ്പോടെ വൈഗ അല്പനേരം അവിടെ തന്നെ നിന്നു. പിന്നിൽ നിന്നും ബസ് ഹോൺ മുഴക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് സുബോധത്തിലേക്ക് വന്നത്. വേഗം ടെക്സ്റ്റൈൽസിലേക്ക് നടന്നു. രാവിലെ വരുന്നതേ കുറച്ച് സമയം ലൈബ്രറിയിൽ പോയിരുന്ന് ബുക്സ് എടുത്ത് നോട്ട് തയ്യാറാക്കും വാവ. ടീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു കൊടുക്കും. ബാക്കി നോട്ട്സ് ലൈബ്രറിയിൽ പോയി തനിയെ എഴുതണം. എബി ലൈബ്രറിയിലേക്ക് കയറി വരുമ്പോൾ വാവയെ കണ്ടു. വാച്ചിലേക്ക് ടൈം നോക്കി. വേഗം എഴുതുകയാണ്. ചുറ്റും മറ്റാരുമില്ല. ബെല്ല് കേട്ടതേ വേഗം ബുക്ക് മടക്കി റാക്കിൽ വെച്ച് കയ്യിലിരുന്ന ബുക്കും പേനയും എടുത്ത് വാവ താഴേക്ക് ഇറങ്ങിപ്പോയി. എബി ലൈബ്രറിയനോട് സംസാരിച്ച് റാക്കിൽ നിന്നും ടെക്സ്റ്റ് എടുത്ത് എഴുതി സൈൻ ചെയ്ത് കൊടുത്ത് താഴേക്കിറങ്ങി. ഇന്ന് കോളേജിൽ തൻ്റെ ആദ്യ ദിവസമാണ്. ഫസ്റ്റ് അവറിന് ശേഷം ബെൽ മുഴങ്ങി. മിസ് ഇറങ്ങിയതേ ക്ലാസ്സിൽ പതിവ് ഒച്ചയും ബഹളവും ഉയർന്നു. വാവ കുനിഞ്ഞിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ക്ലാസ് നിശബ്ദമായത്. അവൾ വേഗം എഴുതുന്നതിൽ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് വാവ മുഖമൊന്നുയർത്തി നോക്കുമ്പോൾ മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്ന യുവകോമളനെയാണ് കാണുന്നത്. അധ്യാപകൻ ക്ലാസ്സിൽ വന്നതൊന്നും അറിയാതെ എന്നതാടോ ഇതിനു വേണ്ടി ഈ എഴുതുന്നത്? വാവ എഴുതുന്ന ബുക്ക് എബി കയ്യിലെടുത്തു. വാവ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. സോറി സാർ, കഴിഞ്ഞ ദിവസം ലീവായിരുന്നു. നോട്ട് കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. എടുത്തു വയ്ക്ക്. എൻ്റെ സബ്ജക്റ്റ് മാത്രം മതി. ബുക്കിന് പുറത്തെ നെയിം സ്ലിപ്പിലൂടെ കണ്ണൊന്നോടിച്ച് എബി ബുക്ക് ഡെസ്കിന് പുറത്തേക്ക് വെച്ച് മുന്നോട്ട് നടന്നു ചെന്ന് പോഡിയത്തിൽ ചാരി നിന്നു. ഷീബ മിസ്സിന് പകരമാണ് ഞാൻ. ഷീബ മിസ് എടുത്തിരുന്ന സബ്ജക്റ്റ് തന്നെ, IT ടൂൾസ് ഫോർ ബിസിനസ്. വെട്ടിയൊതുക്കിയ താടിയും ഭംഗിയായി ചീകിയ തലമുടിയും കാപ്പിക്കണ്ണുകളും വെളുത്ത നിറവും ബ്ലൂ ഷർട്ടും ജീൻസുമാണ് വേഷം. പെൺകുട്ടികളെല്ലാം അവൻ്റെ ഭംഗി ആസ്വദിച്ച് നിശബ്ദരായിരിക്കുകയാണ് അവനെ കേൾക്കാൻ. ഞാൻ എബി ജോൺ. എൻ്റെ ആദ്യത്തെ ക്ലാസ്സായത് കേട്ടോ. സാറിൻ്റെ വീട് എവിടാ? റിൻസി ചോദിച്ചു. വീട് പള്ളിക്കുന്നത്താ. പള്ളിയുടെ അടുത്ത് നിന്നും കുറച്ച് മുന്നോട്ട് പോകണം. വീട്ടിൽ വരാൻ വല്ല ഉദ്ദേശമുണ്ടേൽ ഒന്ന് വിളിച്ചാൽ മതി. പലരും അടക്കി ചിരിച്ചു. സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മറ്റൊരാൾ ചോദിച്ചു. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ഇച്ചായൻ, പെങ്ങള്. ഇനി നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്താ? പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളെക്കുറിച്ച് 2 വാക്ക് പറയുകയും വേണം. വെറുതെ പേര് മാത്രം പറഞ്ഞു പോയാൽ ഓർത്തിരിക്കാൻ പറ്റത്തില്ലെന്നേ. ചെറുചിരിയോടെ എബി പറഞ്ഞു. ചിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നിച്ചു. ഓരോരുത്തരായി പരിചയപ്പെടുത്തി. അച്ഛൻ ഡോക്ടർ, അഡ്വക്കേറ്റ്, ടീച്ചർ, സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ, അമ്മമാരും ജോലി ചെയ്യുന്നവരും വീട്ടമ്മമാരും ഒക്കെയാണ്. വാവ എല്ലാവരെയും കേട്ടിരുന്നു. തൻ്റെ കൂടെ എത്തിയപ്പോൾ അവൾ എഴുന്നേറ്റു. നെയിം സ്ലിപ്പിൽ അവളുടെ പേര് വായിച്ചത് എബി ഓർത്തു. വൈഷ്ണവി. എൻ്റെ പേര് വൈഷ്ണവി. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ചേച്ചിയും അനുജത്തിയും മാത്രമേ ഉള്ളൂ. ചേച്ചി ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളാണ്. അനുജത്തി +1 പഠിക്കുന്നു. ഇവിടെ സെൻറ് തോമസിലാണ്. ഞങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ ചേച്ചിയാ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതും ചേച്ചിയാ. മറ്റുള്ളവരുടെ മുന്നിൽ താൻ ചെറുതാകാതെ ഇരിക്കാൻ ചേച്ചിയുടെ ജോലി വേണേൽ അവൾക്ക് മറച്ചു വയ്ക്കാം. അവൾ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ എബിക്ക് അവളെ ഓർത്ത് അഭിമാനം തോന്നി.
വാവ സ്വന്തം സീറ്റിലിരുന്ന് അടുത്ത ആളെ കേട്ടു. ബെല്ല് മുഴങ്ങി. ഇനി ഇൻ്റർവെല്ലാണ്. സാർ ഇറങ്ങുന്നതിന് മുന്നേ എല്ലാം പുറത്തേക്കിറങ്ങി. ക്യാൻറ്റീനിലേക്കും ഗ്രൗണ്ടിലേക്കും ഒക്കെയാണ്. എബി പോഡിയത്തിൽ നിന്നും ടെക്സ്റ്റ് എടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ ബുക്സ് കൊണ്ട് 3-4 പെൺകുട്ടികൾ വാവയ്ക്ക് ചുറ്റും വന്നിരിക്കുന്നത് കണ്ടു. പുറത്തേക്കിറങ്ങി വിൻഡോയിലൂടെ അവൻ നോക്കി. അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാർ. ഇന്ന് രാവിലെ വന്ന മെറ്റീരിയൽസിൻ്റെ കണക്കെഴുതുന്നതിനിടയിൽ വൈശാഖ് മുഖമൊന്നുയർത്തി. വൈകിയെ ഡോറിനരികിൽ കണ്ടതും അകത്തേക്ക് പോരാൻ കൈകൊണ്ട് പറഞ്ഞ് അവൻ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. എന്താ വൈക? സാർ, ഇന്നൽപ്പം നേരത്തെ പോകണമായിരുന്നു. എപ്പോഴാ? 3 മണിക്ക്. പൊയ്ക്കോ. മറ്റു ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. താങ്ക് യു സാർ. വൈക പുറത്തേക്കിറങ്ങിയപ്പോൾ വൈശാഖ് മുഖമൊന്നുയർത്തി നോക്കി. ഫോണെടുത്ത് അലക്സിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. 3 മണിയായപ്പോൾ സുമചേച്ചിയോടും പുഷ്പചേച്ചിയോടും പറഞ്ഞ് വൈകി ഇറങ്ങി. അവരോടാണ് ഏറ്റവും അടുപ്പം. സ്റ്റാൻഡിലേക്ക് നടക്കാതെ റോഡ് ക്രോസ് ചെയ്ത് ബേക്കറി ജംഗ്ഷൻ്റെ അടുത്ത സ്റ്റോപ്പിൽ നിന്നു. സ്റ്റാൻഡിൽ നിന്നും ആദ്യം വരുന്ന ബസ്സിന് പോകാം. തിരക്കായിരിക്കും, എങ്കിലും കുഴപ്പമില്ല. സ്റ്റാൻഡിൽ പോയാൽ വീണ്ടും താമസിക്കും. ഉച്ചതിരിഞ്ഞ സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ട്. ഈ ബേക്കറിയിൽ നിന്നാണ് എന്നും 2 മഞ്ച് വാങ്ങി ബാഗിലിടുന്നതും. ഇന്നും വാങ്ങി 2 എണ്ണം. ബസ് കാശ് കയ്യിലെടുത്ത് ബാഗിൻ്റെ സിപ്പിട്ട് നേരെ നോക്കുമ്പോൾ മുന്നിലെ ചെറിയ ചായക്കടയ്ക്ക് മുന്നിലെ ബെഞ്ചിലിരിക്കുന്ന അലക്സിനെയാണ് കാണുന്നത്. അവളുടെ നെഞ്ചൊന്ന് കാളി. ഒരു കൈയിൽ ചായ ഗ്ലാസും ഒരു കൈയിൽ എരിയുന്ന സിഗരറ്റുമുണ്ട്. മറ്റെങ്ങോ ആണ് നോട്ടം. തന്നെ കണ്ടിട്ടില്ല എന്ന തോന്നലിൽ അടുത്ത തൂണിന് മറവിലേക്ക് ഒന്നും അറിയാത്തതുപോലെ നിന്നു. കുറേ നാൾ ഇയാളുടെ ശല്യമില്ലാതിരുന്നപ്പോൾ രക്ഷപ്പെട്ടു എന്ന് ഓർത്തതാണ്. ഇനി മുഖത്തടിച്ചതിന് തിരികെ എന്തെങ്കിലും പറയുമോ ചെയ്യുമോ എന്നൊരു ഭയവും വൈകയ്ക്കുണ്ട്. രാവിലെ സ്റ്റാൻഡിൽ വെച്ച് അയാൾ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. ഭാര്യയെ കൊന്നവൻ. ഇയാളുടെ വിവാഹം കഴിഞ്ഞോ? ബസ് വന്ന് നിർത്തുമ്പോൾ ധൃതിയിൽ വൈക ബസ്സിനുള്ളിലേക്ക് കയറി. നല്ല തിരക്കാണ്. ഫുഡ് സ്റ്റെപ്പിൽ നിന്നും കമ്പിയിൽ പിടിച്ച് മുകളിലേക്ക് കയറുമ്പോൾ മിഴികൾ അലക്സിനെ ഒന്ന് പാളി നോക്കി. ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അല്പം മുന്നിലേക്ക് വന്ന് ബസ്സിനുള്ളിലേക്ക് അവൻ നോക്കിയപ്പോൾ വൈക പരിഭ്രമിച്ചു പോയി. സിഗരറ്റ് ഒന്നെടുത്ത് ചുണ്ടിലേക്ക് ചേർത്തു അവൻ. ബസ് നീങ്ങിത്തുടങ്ങിയപ്പോൾ തൻ്റെ ബുള്ളറ്റിലേക്ക് കയറി. ഇതിനു മുന്നേയും അയാളെ ആ ചായക്കടയ്ക്ക് മുന്നിൽ എത്രയോ തവണ കണ്ടിരിക്കുന്നു. കുറേ നാളില്ലാതിരുന്നപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നിയിരുന്നു. ചേച്ചി, അങ്ങോട്ടിരിക്കെ. ആലോചനയോടെ നിൽക്കുമ്പോൾ കണ്ടക്ടർ പറഞ്ഞു. സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് 20 രൂപ കണ്ടക്ടർക്ക് കൊടുത്തു. ബാക്കി കിട്ടിയ 7 രൂപ ബാഗിലേക്കിട്ടു. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ പരിചയക്കാരും അയൽക്കാരും ഇന്നെന്താ നേരത്തെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പുഞ്ചിരിയോടെ അവൾ മറുപടി പറഞ്ഞു. വൈക കല്ലുകെട്ട് കയറിയതേ കണ്ടു ധൃതിയിൽ മുറ്റമടിക്കുന്ന വാവയെ. ചേച്ചിയെ കണ്ടപ്പോൾ നിവർന്നു നിന്ന് ചൂലിൻ്റെ മൂട് കൈവെള്ളയിൽ തട്ടി ചേച്ചിക്ക് അരികിലേക്ക് ചെന്നു. ചേച്ചി. വേദു എന്തിയേ? ചേച്ചി. അടുക്കള മുറ്റത്തു നിന്നും വേദു ഓടി വരുമ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് തോർത്ത് തലയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. കാപ്പിപ്പൊടി നിറത്തിലെ പാവാടയും ക്രീം നിറത്തിലെ ഷർട്ടും. പഴയ യൂണിഫോമാണ് വേഷം. ഇപ്പോൾ വീട്ടിലിടുകയാണ്. ചേച്ചി പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചി എന്തിനാ എൻ്റെ വേദുവിനെ പറ്റിക്കണേ? വേദു ചിരിയോടെ ബാഗ് വാങ്ങി അതിൽ നിന്നും മഞ്ചെടുത്തു. ഒന്ന് വാവയ്ക്ക് കൊടുത്തു. വാവേച്ചി, വേഗം പോയി കുളിക്ക്. എന്നിട്ട് വേണം വൈകേച്ചിക്ക് കുളിക്കാൻ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. കുനിഞ്ഞു വാവ മുറ്റം ബാക്കി കൂടെ അടിച്ചു. ചപ്പു തൊടിയിലേക്ക് തൂത്തിറക്കി വേഗം കുളിക്കാൻ പോയി. പുറത്തേക്കിറങ്ങി വരുന്ന സുധർമ്മയെ കണ്ടതേ വേദു മഞ്ച് പിന്നിലേക്ക് ഒളിപ്പിച്ചു. ഇന്നെന്താടി നീ നേരത്തെ? രാവിലെ നീ തുണിക്കടയിലേക്കല്ലേ പോയത്? ഇങ്ങനെ അഴിഞ്ഞാടി അങ്ങ് നടന്നാൽ മതിയല്ലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ.